ജാതി മതവർഗ വർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യേ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാന്തര നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വന്ദേമാതരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോങ്ങൻ നടത്തിയിട്ടുള്ള സംസാരം, അതിനകത്ത് ചില പിശകുകൾ വന്നുപോയി എന്നുള്ള കാര്യം എനിക്ക് ബോധ്യം വന്നു. ഒരു തെറ്റ് തിരുത്തിക്കൊണ്ട് പുതുവത്സരത്തിലേക്ക് നമുക്ക് കടന്നു പോവാം. പുതുവത്സരത്തിലേക്ക് പുതിയൊരു മനോഭാവത്തോടുകൂടി കടന്നു പോവുകയാണ് പോങ്ങൻ. ആദ്യം തന്നെ പറയാം, വന്ദേമാതരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നടത്തിയിട്ടുള്ള സംസാരത്തിനകത്ത് വസ്തുതാപരമായിട്ടുള്ള പിശകുകളേക്കാൾ കൂടുതൽ എന്റെ ചിന്തകളിലോ അതല്ലെങ്കിൽ ഞാൻ അവതരിപ്പിച്ച ആ ഒരു അഭിപ്രായത്തിലോ അത്ര കണ്ട് കാമ്പോ കഴമ്പോ ഇല്ല എന്നുള്ളതിനപ്പുറത്തേക്ക് തീർച്ചയായിട്ടും അത് തെറ്റായിപ്പോയി, ചില തോന്നലുകൾ, ചില ചിന്തകൾ ശരിയായിട്ടില്ല എന്ന് പാലക്കാടുള്ള ഒരു ടീച്ചർ വാട്സാപ്പിലൊരു സന്ദേശമായിട്ട്, ഒരു ശബ്ദ സന്ദേശമായിട്ട് അവരുടെ ഒരു അഭിപ്രായം വന്നു. സ്വാഭാവികമാണ്, ടീച്ചറാണ്, അധ്യാപികയാവുമ്പോൾ കണ്ണു തുറപ്പിക്കണം, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം. അറിവ് അത്ര കണ്ടില്ലാത്തൊരു മനുഷ്യൻ എങ്കിലും ഒരു സാങ്കേതിക സൗകര്യത്തിൻ്റെ സഹായം പറ്റിക്കൊണ്ട് ഈ പൊതുസമൂഹത്തോട് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പോങ്ങൻ തെറ്റായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കുകയും അത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത് ഒരു നല്ല മനുഷ്യനാവാൻ പരിശ്രമിക്കുന്ന ഒരാളുടെ ഉത്തരവാദിത്തമാണെന്നുള്ള വിചാരത്തോടുകൂടി ടീച്ചർ പറഞ്ഞതിനെ മുഴുവനായിട്ടും ഞാൻ സ്വീകരിക്കുന്നു. ടീച്ചറിൻ്റെ ശബ്ദരേഖ ഇവിടെ ഒന്ന് കേൾപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു, ഞാൻ ടീച്ചറിൻ്റെ സംസാരം ഒന്ന് ഉപയോഗിച്ചോട്ടെ. കാരണം കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് ആ ടീച്ചർ RSSന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, ഒരു ഇടതുപക്ഷ ബുദ്ധിയോടുകൂടി കൗമാരകാലത്തിൽ ജീവിതം ആരംഭിക്കുന്ന, രാഷ്ട്രീയ കാര്യങ്ങളെ നോക്കിക്കാണുന്ന, ഇടതുപക്ഷത്തിൻ്റെ കണ്ണിലൂടെ, ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് ഇടത് കണ്ണിലൂടെ മാത്രം കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരുപാട് പരിമിതികളുണ്ട്. ഞാൻ സ്വന്തം നിലയിലാണ് ആ പാളയത്തിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് വേറൊരു മനോഭാവത്തിലേക്ക് മാറിപ്പോയത്. സ്വാഭാവികമായിട്ടും ഒരു ഇടതു പാളയത്തിലൂടെ ജീവിതം, രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, അഭിപ്രായ രൂപീകരണം ഒക്കെ തുടങ്ങിയ ആളെന്ന നിലയിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള പരിമിതികൾ ഒരുപാടുണ്ട്. എൻ്റെ ഭാഷയിലുണ്ടാകുന്ന സംസ്കൃതീകൃത ഭാവം എന്നൊക്കെ പറയുന്നത് ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നത് എൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു അരാജകവാദം ഉയർത്തിക്കൊണ്ടുവരുന്ന, അതിരുകളില്ലാത്തൊരു ലോകത്തെ സ്വപ്നം കാണുന്ന, മനുഷ്യപ്പറ്റ് തീരെയില്ലാതെ മാനവിക ബോധത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതം തുടങ്ങിയ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, അഭിപ്രായ രൂപീകരണങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു മനുഷ്യനെന്ന നിലയിൽ എനിക്ക് പരിമിതികളുണ്ട്. ക്ഷമിക്കുക നിങ്ങളെല്ലാവരും. 2011-12 കാലമൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് എന്തുകൊണ്ടോ എൻ്റെ ഒരു ബുദ്ധിക്ക് നിരക്കുന്നതല്ല. ഇപ്പോൾ ഇന്നലെ നമ്മുടെ മഹാനായിട്ടുള്ള ദേവൻ BJP വിട്ടുപോയല്ലോ. അപ്പോൾ അദ്ദേഹവും പറയുന്നത് എൻ്റെ ലൈൻ ഇതല്ല എന്നാണ് ദേവൻ പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ ഇടതുപക്ഷമല്ല എൻ്റെ ലൈൻ എന്നുള്ള ഒരു തോന്നൽ എനിക്ക് വരികയും ഇടതുപാളയത്തിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ എൻ്റെ തോന്നലുകളും എൻ്റെ കാഴ്ചപ്പാടുകളും മാത്രം പങ്കിട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇഷ്ടക്കേടുകൾ ഉണ്ടാവുന്നു. ആർക്കും സ്വന്തം കൂട്ടത്തിൽ നിന്നുകൊണ്ട് അവനവനെ വിമർശിക്കുന്ന ആളുകളെ ഇഷ്ടമല്ല. അതിപ്പോൾ പിണറായി വിജയൻ തന്നെ പറയുന്നത് കൂട്ടിൽ തൂറുന്ന ഒരു ജീവി എന്നുള്ള മട്ടിൽ VS അച്യുതാനന്ദനെ അദ്ദേഹം പരാമർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു അടിമ ബുദ്ധിയോടുകൂടി ഒരു കൂട്ടായ്മയ്ക്കൊപ്പം നിന്നു പോകുന്നവരോട് മാത്രമേ ആ കൂട്ടത്തിലുള്ളവർക്ക് സ്നേഹം ഉണ്ടാവുള്ളൂ, പരിഗണന ഉണ്ടാവുള്ളൂ, സംരക്ഷണം ഉണ്ടാവുള്ളൂ. അതല്ലാതെ അവനവനെ നോക്കി അവനവൻ്റെ കുറ്റം പറയുകയും തിരുത്തലുകൾ വേണ്ടതുണ്ടെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന മനുഷ്യരോട് അത്ര കണ്ട് താല്പര്യം ആർക്കും ഉണ്ടാവില്ല. ആത്മവിമർശനം വല്ലാതെ കണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ കാലത്തും അങ്ങനെയാണ്. ഞാൻ എന്നെ തിരിഞ്ഞു നോക്കി എനിക്കെന്തെങ്കിലും തെറ്റുകൾ പറ്റുന്നുണ്ടോ എന്നൊക്കെയുള്ള ആലോചനകൾ. കാരണം തെറ്റ് പറ്റാനുള്ള എല്ലാ സാധ്യതയും എനിക്കുണ്ട്. ഞാൻ വലിയ ബുദ്ധിയുള്ളൊരു മനുഷ്യനല്ല. ഒരുപാട് അറിവുകളുടെ ശേഖരം എൻ്റെ മസ്തിഷ്കത്തിലില്ല. അപ്പോൾ അങ്ങനെ അനുഭവങ്ങളിൽ നിന്ന് മാത്രം പാഠം പഠിക്കുന്ന ഒരു വ്യക്തി, അത്തരം മനുഷ്യജീവികളെ സംബന്ധിച്ച് അവരുടെ കൈവശം അറിവുകൾ ഉണ്ടാവില്ല. ആ അറിവില്ലായ്മ തന്നെയാണ് പലപ്പോഴും എന്നെ ഇവിടെ അബദ്ധത്തിൽ കൊണ്ട് ചാടിക്കാറ് ഞാൻ സംസാരിക്കുന്നതിനകത്ത്. പക്ഷേ എനിക്കതിൽ ചമ്മലൊന്നുമില്ല, ഒരു നാണക്കേട് തോന്നാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അറിവിൻ്റെ അഗ്നി തുപ്പുന്ന
വൈജ്ഞാനിക വ്യാളിയല്ല ഞാനെന്നുള്ള ഉത്തമ ബോധത്തോടെ തന്നെയാണ് ഞാനിവിടെ സംസാരിച്ചിട്ടുള്ളതും ഞാൻ എന്നെ പോങ്ങ എന്ന് വിളിക്കുന്നതും അതുകൊണ്ടാണ്. പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങനാണ് പോങ്ങനെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ്, മനസ്സിൽ തട്ടി പറയുന്നതാണ്. ഞാൻ ഒരു ബുദ്ധിയുള്ള മനുഷ്യനല്ല, പക്ഷേ ഒരു വൃത്തിയുള്ള സമൂഹത്തിൽ ജീവിക്കണമെന്ന് പറയുന്ന ആഗ്രഹം കൊണ്ടാണ് ഞാനിങ്ങനെ പലപ്പോഴും ഇതുപോലുള്ള ഒരു സാങ്കേതിക സാഹചര്യം ലഭിക്കുമ്പോൾ കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് പങ്കുവയ്ക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരുന്നത്. വിശാലമായ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലെയാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഈ വന്ദേ മാതരം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ ഞാൻ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ കുറച്ച് വസ്തുത എന്നല്ല അതിന് പറയേണ്ടത്, കുറച്ച് ഒരു തെറ്റ് വന്നിട്ടുണ്ട്, തെറ്റിദ്ധാരണാജനകമായിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. കൂടുതൽ അമർന്നിരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ചില പിശകുകൾ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം എന്നല്ല, ഈ സംസാരം കഴിഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം വൈകുന്നേരം ഒരു ഷോർട്സ്, ഒരു ചെറിയൊരു വർത്തമാനം കേട്ടു. അതിലൊരു പ്രമുഖ ചാനലിലെ ഒരു വാർത്ത പറയുന്നത് 27% മുസ്ലിംകളുള്ള ഒരു നാട്ടിൽ വന്ദേമാതരം നിർബന്ധമാക്കുന്നതിനകത്ത് അഭംഗിയുണ്ട് എന്ന് പറയുന്നൊരു വർത്തമാനം കൂടി കേട്ടപ്പോൾ എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. ഒരു മാധ്യമ പ്രവർത്തകയാണത് പറയുന്നത്. അതിനകത്ത് ഈ വന്ദേമാതരത്തിൻ്റെ ബാക്കിയുള്ള ആ വരികളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഹൈന്ദവ ദൈവങ്ങളെ പരാമർശിക്കുന്നു എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഒരു ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണ് വന്ദേമാതരം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വിഡ്ഢിത്തം ഒരു മാധ്യമ പ്രവർത്തകയിൽ നിന്ന് സംഭവിച്ച് കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊലി ഉരിഞ്ഞു എന്ന് പറയുന്നത് ശരിയാണ്. കാരണം നമ്മളുടെ ഇവിടെ എത്രയോ ഉറക്കെ വാങ്കുവിളികൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ സമൂഹത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് വാങ്കുവിളികൾ വരുന്നുണ്ട്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണ്? അതിനെ മലയാളീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാവല്ലാതെ മറ്റൊരു ദൈവവുമില്ല എന്ന് പറയുന്ന, മറ്റൊന്നിനെയും അംഗീകരിക്കാത്ത നിലയിലുള്ള ഞങ്ങളുടെ ദൈവം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ നിത്യവും സഹിഷ്ണുതയോടെ കേൾക്കുന്ന ഒരു സമൂഹമല്ലേ ഇത്? അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ നല്ല കേട്ടോ പറഞ്ഞത്, 27% മുസ്ലിം സമൂഹത്തെ ഇതുപോലെ വന്ദേമാതരം അവർ കൂടി ജീവിക്കുന്ന ഒരിടത്ത് വന്ദേമാതരം പൂർണ്ണമായിട്ടും ചൊല്ലണം എന്ന് പറയുന്നത് അഭംഗിയുണ്ട് എന്നൊരു മാധ്യമ പ്രവർത്തക പറയുമ്പോൾ അത് ക്രൂരവും നിന്ദ്യവുമായിട്ടുള്ള കാര്യമാണ്, മനുഷ്യവിരുദ്ധമാണ്, മതേതര വിരുദ്ധമാണ്, തീർച്ചയായിട്ടും അത് രാജ്യവിരുദ്ധവുമാണ്. അല്ലെ, എത്ര സഹിഷ്ണുതയോടുകൂടിയാണ്, ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്, അല്ലേ, ഇത്ര സഹിഷ്ണുതയോടെ സമീപിക്കാൻ കഴിയുന്നത്. ഞാനെപ്പോഴും ഒരു ഹിന്ദു പറ്റുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. കാരണം ഹിന്ദു എന്ന് പറയുന്നത് മതങ്ങളുടെ മാതാവെന്ന് പോലും പറയാൻ പറ്റില്ല, മതങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്ന ഒരു സംസ്കാരമല്ലേ, ആരെയും ഉപദ്രവിക്കുന്ന ഒന്നല്ല. ഞാനത് പറയാൻ വന്നത് ഈ ടീച്ചറിൻ്റെ സംസാരം കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ RSSന്റെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടീച്ചറിൻ്റെ ശബ്ദത്തിലുള്ള ഒരു മാനവിക ബുദ്ധി, അവർക്ക് അത്ര കണ്ട് യോജിക്കാൻ പറ്റാത്തൊരഭിപ്രായം എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുമ്പോഴും അവർ എന്നോട് കാണിക്കുന്ന ഒരു കരുണാമയമായിട്ടുള്ള ഒരു സംസാരം, എൻ്റെ ഭാഗത്ത് എൻ്റെ പിശകുകൾ എത്ര മാന്യമായിട്ടാണ് അവർ പറഞ്ഞു തരുന്നത് എന്ന് മാത്രമല്ല, ടീച്ചർ പറയുന്ന ഒരു കാര്യം, അവരുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികളെ അതാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം തോന്നിയത്, ബഹുമാനം തോന്നിയത്. കാരണം അവിടെ പഠിക്കുന്ന ഒരു കുട്ടിയെ പോലും ജാതി മതം എന്ന് പറയുന്ന ഒരു വേർതിരിവും വെച്ച് പുലർത്താതെ മനഃശുദ്ധിയുള്ള ഒരു മനുഷ്യനായി, സംസ്കൃതീകരിക്കപ്പെട്ട ഒരു മനുഷ്യജീവിയായി ആധുനിക സമൂഹത്തിൽ ജീവിക്കണമെന്ന് പറയുന്ന ഉദാത്തമായിട്ടുള്ള സങ്കല്പം മാത്രമേ RSSന്റെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുള്ളൂ എന്ന് കേട്ടപ്പോൾ, മാനവരാശിക്ക് ഒരു ദോഷവും ചെയ്യാത്ത മതചിന്തകൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാത്ത, നമ്മൾ മാത്രമാണ് ശരി എന്ന് പറഞ്ഞു കൊടുക്കാതെ എല്ലാ മതത്തെയും ഉൾക്കൊള്ളുന്ന ഒരു മാനവ സമൂഹത്തെയാണ് RSSന്റെ ഏറ്റവും ഫാസിസ്റ്റുകളെന്ന് വിളിക്കപ്പെടുന്ന, ഏറ്റവും അധികം തെറ്റിദ്ധാരണകൾ പേറിക്കൊണ്ടിരിക്കുന്ന, അങ്ങേയറ്റം മനുഷ്യവിരുദ്ധമായിട്ടുള്ള ആശയമെന്ന് കമ്മ്യൂണിസ്റ്റുകളും അല്ലെങ്കിൽ മറ്റു പല സംഘടനകളും പറയുന്ന ഒരു RSS സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചറാണ്. 20 വർഷത്തിലധികം അവിടെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപികയാണ് പറയുന്നത്, ഞങ്ങളുടെ കുട്ടികളെ ഒരു മോശവും പഠിപ്പിച്ചു കൊടുക്കില്ല, ഒരു നല്ല മനുഷ്യനായി വളരാൻ വേണ്ടുന്നതായിട്ടുള്ള, ജീവിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള, സമൂഹത്തിന് ഗുണമാകുന്ന നിലയിൽ, രാഷ്ട്രത്തിന് പ്രയോജനം ചെയ്യുന്ന നിലയിലുള്ള പൗരന്മാരായി അവരെ വാർത്തെടുക്കുക എന്നുള്ളതല്ലാതെ ജാതിയോ മതമോ അവരുടെ മനസ്സിലേക്ക് RSS
നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ കുത്തിവെക്കുന്നില്ല എന്ന് പറഞ്ഞു കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ RSS വിരോധമൊക്കെ എന്താണ് RSS എന്ന് പോലും അറിയാതെയല്ലേ നമ്മളിതൊക്കെ ഈ വെറുപ്പ് സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. ഞാനൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് പറയാൻ തുടങ്ങിയത് RSSൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള പിന്തുണയോ സ്നേഹമോ ധനമോ ഒന്നും മേടിച്ചുകൊണ്ടല്ല, അതും പ്രത്യേകം പറയണം. അപ്പം നമുക്കൊരു രാഷ്ട്രം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരു പുതിയ ലോകത്തിലേക്ക് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പുതിയൊരു സാങ്കേതിക വിദ്യയുടെ കാലത്ത് തീർച്ചയായിട്ടും ഈ സമൂഹത്തിന് ഉതകുന്ന നിലയിൽ, ഗുണപരമായ നിലയിൽ നമ്മുടെയൊക്കെ ഒരു സമൂഹം നല്ല രീതിയിൽ നിലനിന്നു പോകണമെങ്കിൽ മനഃശുദ്ധിയുള്ള വ്യക്തിഗുണമുള്ള ആളുകൾ പുതിയ തലമുറ ഉയർന്നു വന്നേ പറ്റുള്ളൂ. അതൊക്കെ കേട്ടു മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്നത് കുറഞ്ഞ പക്ഷം ഹൈന്ദവ കുടുംബങ്ങളെങ്കിലും അവരുടെ കുട്ടികളെ കുറേയെങ്കിലും ഈ വിദ്യാഭാരതിയിലോ ഒക്കെ കുട്ടികളെ വിട്ട് പഠിപ്പിക്കാനുള്ള ഒരു പരിശ്രമം നടത്തുകയാണെന്നുണ്ടെങ്കിൽ, അതിനുള്ള ബുദ്ധി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമായിരിക്കും. എനിക്ക് തോന്നുന്നത് ഈ സമൂഹത്തിൽപ്പെട്ട ഈ ജാതി മതത്തിന് അതീതമായിക്കൊണ്ട് ഈ RSS പോലുള്ള സംഘടനകളുടെ സ്കൂളുകളിൽ വിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നല്ല മനുഷ്യരായിട്ട് മാറും എന്ന് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അസൽ പോങ്ങൻ തന്നെ എന്ന് പറയാൻ ഇവിടെ ആളുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ സത്യസന്ധമായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഈ മദ്രസകളിലൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികളാണല്ലോ ഇതര മതത്തോട് അത്ര കണ്ട് സഹിഷ്ണുതയില്ലാതെ ഈ പ്രപഞ്ചം തന്നെ നമ്മളുടെ ദൈവത്തിൻ്റേത് മാത്രമാണെന്നും ഇവിടെ നമ്മളിൽ വിശ്വസിക്കാതെ നമ്മളുടെ മതത്തെ മാനിക്കാതെ മതശാസനകളെ അംഗീകരിക്കാതെ പോകുന്നവർ കാഫിറുകളാണ് എന്നൊക്കെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് അത്തരം ദുഷ്ടവിചാരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ധാരണ ഇവിടെ പൊതുവെ, ഞാൻ മദ്രസയിൽ പഠിക്കാത്തത് കൊണ്ട് എനിക്കറിയില്ല, പക്ഷെ പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും അത് ആധികാരികമായിട്ട് അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പൊന്നും എനിക്ക് ഇല്ല. എങ്കിലും കേട്ടറിവ് വെച്ചുകൊണ്ട് മദ്രസകളിലൂടെയൊക്കെ അവരുടെ മതമാണ് കൂടുതൽ പഠിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ RSS പോലുള്ള ഒരു സംഘടനയുടെ സ്കൂളുകളിൽ മതത്തിനതീതമായി, ജാതിക്കതീതമായി, മറ്റ് ഒരു തരത്തിലുമുള്ള ദുഷ്ടവിചാരങ്ങളുമില്ലാതെ ഒരു മനഃശുദ്ധിയുള്ള വ്യക്തിഗുണമുള്ള മനുഷ്യരെ, കുഞ്ഞുങ്ങളെ നാളത്തെ സമൂഹത്തിന് വേണ്ടി വാർത്തെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ആ വീഡിയോ ചെയ്യാനുണ്ടായ പ്രധാനപ്പെട്ട കാര്യം ശ്രീ പാലോട് രവിയുടെ ജനഗണമന, അദ്ദേഹം അത് ആലപിക്കാൻ കാണിച്ച യാതൊരു സംശയവുമില്ലാതെ, ഒരു തരത്തിൽ പോലുമുള്ള ആശങ്കയില്ലാതെ, പരിഭ്രമമില്ലാതെ, എല്ലാം അറിയാവുന്നവനെ പോലെ ആ പാലോട് രവി മൈക്കിന് മുന്നിലേക്ക് ചാടി വീണ് വായിക്കകത്തേക്ക് ആ മൈക്ക് അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് ജനഗണമന അങ്ങോട്ട് തുടങ്ങി. നമ്മുടെ ഈ സിദ്ധിക്ക് ചാടി വീണ് അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് വായിൽ നിന്ന് മൈക്കൂരിയെടുത്തിട്ടാണ് അവശേഷിക്കുന്ന മാനം രക്ഷിക്കാൻ നോക്കിയത്. ജനഗണമന പോലും അറിയാത്ത പാലോട് രവി. ഞാൻ അതിനകത്തൊരു തമാശയാണ് ആലോചിച്ചത്. ഇങ്ങനെയുള്ള നേതാക്കന്മാരുടെ അടുത്തേക്ക് ദേശീയ ഗാനം പോലും നേരെ ചൊവ്വേ ചൊല്ലാനറിയാത്ത, ആലപിക്കാനറിയാത്ത നമ്മളുടെ ഈ നാട്ടിലെ പൊതുജന സേവന വ്യവസായികളെയൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെങ്ങനെയാണ് ഈ ദേശീയ ഗീതവും കൂടി അവരുടെ വായിൽ നിന്ന് വരിക എന്ന് പറയുന്ന തമാശ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചതാണ്. അത് കുറച്ചുകൂടി ഒരു ഗൗരവത്തോടു കൂടി കാണണമായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു അബദ്ധം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിത് അറിവ് വിളമ്പാനല്ലല്ലോ. നമ്മുടെയൊക്കെ വിരൽത്തുമ്പിൽ ഇന്നത്തെ കാലത്ത് അറിവുകളുണ്ടല്ലോ. പൊതുവിജ്ഞാനം എന്ന് പറയുന്നത് വിളമ്പാനല്ലല്ലോ. അതിനുവേണ്ടി നമ്മൾ ഇതുപോലുള്ള ഒരു മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നതിനകത്ത് അർത്ഥവുമില്ല. എല്ലാവർക്കും, നമ്മൾക്ക് ഓരോരുത്തർക്കും ഇന്നത്തെ ഫോണിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ChatGPT ചോദിച്ചാൽ, നമ്മുടെ ജെമിനിയോട് ചോദിച്ചാൽ, ക്ലൗഡിനോട് ചോദിച്ചാൽ ഏത് വിവരമാണ് നമുക്ക് കിട്ടാത്തത് ഇന്നത്തെ കാലത്ത്? അപ്പം അതുകൊണ്ട് ഞാനൊരിക്കലും വായ കൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ എൻ്റെ അറിവ് വിസർജിക്കാൻ വരുന്നവനല്ല. നമ്മളുടെ മനോഭാവം, ഓരോ വിഷയത്തോടുള്ള നമ്മളുടെ കാഴ്ചപ്പാട്, നമ്മളുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്കുണ്ടായി വരുന്ന അഭിപ്രായങ്ങൾ അത് സഹജീവികളോട് പങ്കുവയ്ക്കുക. അങ്ങനെയുള്ള പങ്കുവയ്ക്കൽ പോലും തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ പ്രവർത്തനമാണ്, സാമൂഹ്യ സേവനമാണ് എന്ന് വിചാരിക്കുന്ന മനോഭാവമാണ് എനിക്കുള്ളത്. ഒരു തരം രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. അതല്ലാതെ അറിവ് വിസർജിക്കുന്നതിനകത്തല്ല. എനിക്കങ്ങനെ വിസർജിക്കാൻ മാത്രമുള്ള അറിവില്ല. ഞാൻ ഉള്ളിലേക്ക് അങ്ങനെ അറിവ് ഉണ്ണുന്ന ഒരാളല്ല. ഉണ്ടാൽ മാത്രമല്ലേ അത് പുറത്തേക്ക് പോവുകയുള്ളൂ. എനിക്ക് അറിവില്ലാത്ത ഒരാളാണ്, ഞാനൊരു പോങ്ങനാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ സുഹൃത്തുക്കളോടും, എന്നെ സഹിക്കുന്ന, എന്നെ കേൾക്കാൻ സന്മനസ് കാണിക്കുന്ന, സമയം ചെലവഴിക്കുന്ന എല്ലാ സഹജീവികളോടും പറയുകയാണ്, മതപരമായിട്ടോ ജാതിപരമായിട്ടോ അതൊക്കെ ഒരു കാലത്ത് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നുള്ള മട്ടിൽ ഇന്ന് നമ്മളൊക്കെ മനുഷ്യർ മാത്രമാണ് എന്ന് പറയുന്ന ഒരു ചിന്തയോടുകൂടി, നമ്മൾ ഭാരതീയർ മാത്രമാണ് എന്ന് പറയുന്ന ബോധത്തോടു കൂടി
ജീവിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്ന വിചാരം ഇന്നത്തെ ഈ ഒരു ചിങ്ങമാസം പുതുവത്സരത്തിൽ പങ്കിട്ടുകൊണ്ട് പൊങ്ങനി സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ സന്തോഷം. ടീച്ചർക്ക് വളരെ നന്ദി. ടീച്ചറിൻ്റെ സംസാരം വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ ഒന്ന് കേൾപ്പിക്കണമെന്നുണ്ടായിരുന്നു. അനുവാദം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനതിവിടെ കേൾപ്പിക്കും. കാരണം RSS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തോട് ഉള്ള തെറ്റായ ധാരണകൾ ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് RSSനെ വിലയിരുത്തരുത്. 100 വർഷമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു സംഘടന, രാജ്യത്തിൽ ഏറ്റവും അധികം RSS ശാഖകളുള്ള ഒരു പ്രദേശമാണ് കേരളം എന്ന് പറയുമ്പോഴും ഇവിടെ നമ്മൾ ഒരു കാലത്തും നമ്മളങ്ങനെ വർഗീയമായി ചിന്തിക്കുകയോ മതപരമായ വേർതിരിവുകൾ അനുഭവിക്കുകയോ ചെയ്തിരുന്നില്ല. സാമൂഹ്യ മാധ്യമ കാലത്താണ് തീർച്ചയായിട്ടും കുറേയെങ്കിലും അത്തരം ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നത്. അതുകൊണ്ട് കൂടുതൽ RSSനെ മനസ്സിലാക്കുക, കൂടുതൽ ദേശീയ ബുദ്ധിയുള്ള മനുഷ്യരായിട്ട് മാറുക, മതസ്ഥരാവാതിരിക്കുക, കഴിവതും ദേശബുദ്ധിയുള്ള ഭാരതീയരാണ് നമ്മൾ ഒന്നാണെന്ന് പറയുന്ന സാഹോദര്യ ബുദ്ധിയോടുകൂടി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറയുന്ന ആഗ്രഹം പ്രകൃതിക്ക് മുന്നിൽ ഒരു പ്രാർത്ഥന പോലെ പങ്കിട്ടുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ തീർച്ചയായിട്ടും ഇത്രയും സംസാരിക്കാനുള്ള അവസരം ഒരുക്കി തന്ന ഗൂഗിൾ, എനിക്ക് വേണ്ടിയിട്ട് സമയം മാറ്റിവെച്ച ഇതുവരെയും എന്നെ കേട്ട എൻ്റെ എല്ലാ നല്ല സഹജീവികളോടും ഞാൻ എൻ്റെ കൃതജ്ഞത അറിയിക്കുന്നു. സ്നേഹമുണ്ട്. എൻ്റെ തെറ്റുകൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. നമ്മുടെ ഈ രാജ്യം കൂടുതൽ ശക്തി പ്രാപിക്കട്ടെ, നമ്മൾ ഒറ്റക്കെട്ടായി മാറട്ടെ, ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി നമുക്ക് മുന്നേറാൻ സാധിക്കട്ടെ. സ്നേഹം. നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. സന്തോഷം.